ഇന്നൊരു വൈറൽ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇഫ ചിക്കൻ, എന്താ നല്ല പേര് അല്ലേ? അപ്പോൾ ഇഫ ചിക്കൻ വൈറലായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പേര് പോലെ തന്നെ ഉണ്ടാക്കാനാണ്, സിമ്പിളാണ്, ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് തൈര്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലോണം ഒന്ന് മിക്സാക്കി ശേഷം 1/2 കിലോ ചിക്കനാണ്. ഞാനിപ്പോൾ 2 വലിയ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ പീസ് എടുത്താലും മതി. ചിക്കനിലേക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ആക്കാൻ എടുക്കുന്നത്. മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് വെച്ച് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റെങ്കിലും കവർ ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടൽ. ആ ടൈമിൽ ഒരു ചീസി മയനൈസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട ബോയിൽ ചെയ്തെടുത്തിന് അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. വെള്ളം മാത്രം എടുത്താൽ മതി. മുട്ടൻ്റെ മഞ്ഞ വേണ്ട കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ടയാണ്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കുക. ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പാല്, 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തതും, 1/4 ടീസ്പൂൺ ഉപ്പും, 1/4 ടീസ്പൂൺ പഞ്ചസാരയും, 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ക്രീമി പേസ്റ്റ് പോലെയാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ നല്ല തിക്ക് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചീസി മയണൈസ്. ഇനി ഇത് ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നേരത്തെ റെഡിയാക്കിയ ചീസി മയണൈസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ അടിവശത്ത് ആക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മുകളിൽ മാത്രം ആക്കിയാൽ മതി. ചീസി മയണൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇഫ ചിക്കൻ റെഡിയായി. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും റെഡ് ചില്ലി ഫ്ലേക്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയിലയും റെഡ് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇഫ ചിക്കൻ റെഡി ആയിട്ടോ. ഉണ്ടാക്കാൻ നല്ല സിമ്പിളല്ലേ, എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ വീറ്റ് പൊറോട്ടൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. എന്നാൽ നേരത്തെ ഉണ്ടാക്കിയ ചീസി മയണൈസ് കുറച്ച് ബാക്കി വരും. അതും കൂട്ടി കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ.